പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കർഹനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ ഞാൻ സ്തുതിച്ച് ആരാധിച്ച് മാത്രപ്രചേങ്ങയ്ക്ക് നന്ദി പറയും. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കാൻ കർത്താവിനൊരു പുതിയ കീർത്തനം ആലപിക്കുക. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും എപ്പോഴും ലഭിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. ഇന്നത്തെ തിരുവചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു എലിസബത്തിനെ സന്ദർശിക്കുന്ന മറിയത്തെക്കുറിച്ച് ഒരു കണ്ടുമുട്ടലിൻ്റെ കഥ. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും എപ്പോഴും ലഭിച്ചുകൊണ്ട് കൂടുതൽ ആഴമായ ദൈവസ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ നമ്മളെ ഓരോരുത്തരെയും വിളിക്കുക. എലിസബത്ത് ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ സക്രിയയുടെ വീട്ടിലേക്ക് ഓടിയെത്തുന്ന മറിയം, എലിസബത്ത് മറിയത്തിൻ്റെ അഭിവാദനം കേട്ട് പരിശുദ്ധാത്മാവിനാണ് നിറയുന്നത്. അവളുടെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടും. എലിസബത്ത് ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകൾ അനുഗ്രഹിക്കണം, നിൻ്റെ ഉദരഫലം അനുഗ്രഹിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്കവിടെ തരും. അന്നുവരെ തൻ്റെ ചേച്ചിയുടെ മകളെ മറിയം ഇപ്പോൾ വിളിക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ അമ്മയെന്നാണ്. അതൊരു തിരിച്ചറിവാണ്. ആത്മാവിനാൽ നിറഞ്ഞവർക്ക് മാത്രമാണ് അമ്മയെ അമ്മയായി പരിശുദ്ധയായി കാണുവാനായിട്ട് കഴിയും. ശിശുക്കള ഉദരങ്ങളിൽ കുതിച്ചു ചാടി യോഹന്നാനും യേശുവും തമ്മിലുള്ള കണ്ടുമുട്ടാൻ ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ നിറവിൽ അവർ ജീവിക്കുവാനായിട്ട് തയ്യാറാണ്. ദൈവത്തിന് മുമ്പിൽ നമ്മളെ സമ്പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ മക്കളെയെല്ലാം സമർപ്പിക്കാം, നമ്മുടെ ഭവനങ്ങളെ സമർപ്പിക്കാം. ആത്മാവിനാഥനെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ സാന്നിധ്യവും സമീപ്യവും എപ്പോഴും നിങ്ങൾക്ക് ലഭിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം നിങ്ങൾ വന്നണഞ്ഞ് എന്നെന്നും നിലനിൽക്കുമാറാകട്ടെ. ആമേൻ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ